ഉള്ളഴുക്കിലൊക്കെ വിളിച്ചിട്ട് പോയില്ലല്ലോ. വെള്ളമായിട്ടാണ് വിളിച്ചത്. ഇതിന് അച്ഛൻ്റെ രൂപവും അമ്മയുടെ സ്വഭാവവുമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ ധ്യാനിന് അമ്മയുടെ രൂപവും അച്ഛൻ്റെ സ്വഭാവവും ശരിയാണോ? അവൻ്റെ ഒന്നും സ്വഭാവം എനിക്ക് ശരിക്കും പിടികിട്ടിയില്ല. അതിന് ശേഷം പറഞ്ഞാൽ പോരെ ഇത് മറുപടി. എന്ന് ഞാൻ വിചാരിച്ചു. കാരണം അന്ന് വീണ കുറച്ച് മുന്നേ സ്റ്റാറാ, കുറച്ച് മുന്നേ. ആൾക്കാർക്കിടയ്ക്കും എല്ലാവർക്കും സംസാര വിഷയമായിരുന്നു. ഇന്നും ആണ്, പക്ഷെ വേറെ രീതിയിലാണ്. കുഞ്ഞിരാമയുടെ മൾട്ടി സ്റ്റാറർ ആണ്. എന്തൊക്കെ പറഞ്ഞാൽ ശരി, എന്തൊക്കെ പറഞ്ഞാലും ടോട്ടൽ എത്ര ഹിറ്റ്? ടോട്ടൽ അങ്ങനെ നോക്കുമ്പോ പൈസ ഉണ്ടാക്കിയ എത്ര പടങ്ങള്? ഇത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ എത്ര ടേക്ക് പോയി വീണ ചെയ്തത്? കട്ട് ചെയ്തിട്ട് വീണ്ടും എടുക്കുമ്പോഴാണ് ടേക്ക്. ഇത് ക്യാമറ ഓൺ ആക്കിയിട്ട് ഉച്ച ഒറ്റ ടേക്ക്. ടെലിവിഷനിൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുമ്പോഴും സിനിമയിലും ഡയറക്ഷനിലും അവിടെ വരെ എത്തിയില്ല എന്നുള്ള ദുഃഖം നിങ്ങൾക്കില്ല? അതിനുകൊണ്ട് എന്തുകൊണ്ട് എന്ത് ചെയ്യാൻ പോകും? അതുകൊണ്ടാ നീ അയറയിലായിരുന്നു, പക്ഷെ നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അയറയിൽ അതാ പറ്റിയത്. എനിക്ക് അറിയാവുന്ന ഒരു ലവ് ലെറ്ററിൽ 2 വരി ഒന്ന് പറഞ്ഞു. ഐ ലവ് യു. മുകേഷ് ഏട്ടൻ ആരോടും നിങ്ങൾ അഭിനയിക്കണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾ നമ്മുടെ വീട്ടിലാരും പറയാറില്ല, അതുകൊണ്ടല്ലേ അവരൊക്കെ എങ്ങനെ ഇരിക്കുന്നത്. അല്ല, 2-3 ദിവസം മുമ്പ് ഞങ്ങൾ ശബരിമലയിൽ പോയി സർവ്വഭാഗങ്ങളും കഴുകി കളഞ്ഞു. അങ്ങനെയൊന്നും കഴുകിയാൽ പോകുന്ന ഭാഗങ്ങളല്ല. ഭയങ്കര എളുപ്പമായിരുന്നു. പാട് ഫുൾ ചുറ്റുള്ളവർക്കാണ്. മകനായതുകൊണ്ടാണോ വിജയേട്ടൻ എന്നെ വിളിച്ച്? വിനീത് ശ്രീനിവാസന്റെ ബ്രദർ രണ്ട് ഡയലോഗുള്ളൂ. പറഞ്ഞേ ഈ ടൈലന്റ് ഇല്ലേ, അതിന്റെ വേണ്ടില്ല. നിങ്ങൾ ഭയങ്കര സുന്ദരനാണ്, നിങ്ങൾക്ക് അറിയാലോ. അതൊരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ നോർത്ത് ഇന്ത്യന്ന് ഒരാൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്. ഹൂ ഇസ് ദിസ് ഗുഡ് ലുക്കിംഗ് മാൻ? എനിക്ക് ഇവിടെ മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിരുന്നു ആഗ്രഹം? എനിക്കൊന്നും ചെയ്യാൻ ആഗ്രഹം. ചേട്ടന് മറ്റേ കപ്പൽ മുതലാളി ഇനി ഞങ്ങളൊന്ന് മറ്റേ ഇതൊക്കെ ചെയ്ത് കുറെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് കുറെ സീൻസ് എടുക്കുന്നുണ്ട്. ഇത് കപ്പൽ മുതലാളിയുടെ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ അതുവഴിയാണ് ഇനി ഹിറ്റ്.